സാർ നമസ്കാരം. നമസ്കാരം. UDFന് ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ പഴയ കാലത്ത് ഈ പൂമുഖത്ത് കസേരയിൽ ചാരിക്കിടക്കുന്ന ചില കാരണവന്മാരുടെ പോലെ ചില പ്രകടനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമായി VM സുധീരൻ എന്ന കോൺഗ്രസിൻ്റെ കാരണവർ രംഗത്ത് വരികയുണ്ടായി. അദ്ദേഹം VD സതീശൻ എന്ന മുഖ്യമന്ത്രി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചില ഹർജികൾ കൊടുക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കണിച്ചുകുളങ്ങര SNDP ജനറൽ യൂണിയൻ സെക്രട്ടറി KK മഹേഷിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അഥവാ അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള കേസ് പുനർജീവിപ്പിക്കണം, അതിൽ അന്വേഷണം വേണം എന്ന് കാണിച്ചുകൊണ്ടാണ് VD സതീശനും മുഖ്യമന്ത്രിയായ VD സതീശനും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തലയ്ക്കും കത്ത് നൽകിയത്. അതിൽ യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ല. പിന്നീട് VD സതീശൻ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിക്കൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തി. അപ്പോഴും ഗാന്ധിയൻ സിദ്ധാന്തങ്ങളുമായി മദ്യം ഹറാമാണ്, അത് ഉണ്ടാക്കരുത്, അത് ഉൽപ്പാദിപ്പിക്കരുത്, കൊടുക്കരുത്, ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചില തത്വങ്ങളുമായി അപ്പോഴും അദ്ദേഹം സതീശനെതിരെ രംഗത്ത് വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഉന്നയിച്ച വിഷയങ്ങളാണ് എന്ന് തത്വത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കാം, അല്ലെങ്കിൽ അത് തത്വത്തിലല്ല യാഥാർത്ഥ്യം അംഗീകരിക്കാം. നടപ്പാക്കാൻ പറ്റിയ നല്ലതാണെന്നും പറയാം. അതെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നാട്ടിൽ നടക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ ഇദ്ദേഹം സാഗൂതം വീക്ഷിക്കുന്നുണ്ടെങ്കിൽ UDFൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം, തീർപ്പ് കൽപ്പിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം കള്ളാടിയിൽ നടന്ന ദുരന്തത്തെക്കുറിച്ച് ഇതുവരെയും VM സുധീരൻ എവിടെയും സംസാരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പരാമർശം ഉന്നയിക്കുന്നതെങ്കിൽ ബഹുമാന്യരായ പ്രേക്ഷകർ ക്ഷമിക്കുക. എന്നാൽ ഞാനത് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പരാമർശം ഉണ്ടായിട്ടില്ല. സർക്കാർ അതിൽ ഇടപെടണം. ഈ ദുരന്തത്തിന് കാരണക്കാരായ ആളുകളെ, അതായത് ഇത്ര പ്രകൃതി ലോലപ്രദേശമായ പരിസ്ഥിതി ലോലപ്രദേശമായ വയനാട്ടിൽ ഇങ്ങനെയൊരു തുരങ്കപാത നിർമ്മിച്ചതിലൂടെയാണോ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായത്, ഈ ദുരന്തം മനുഷ്യനിർമ്മിതമാണോ അല്ലയോ എന്നുള്ളത് സർക്കാർ തലത്തിലൊരു അന്വേഷണം വേണം, ഇതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് VM സുധീരൻ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കാതിരുന്നത്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൊടുക്കാതിരുന്നത്, പരിസ്ഥിതി വകുപ്പ് മന്ത്രിക്ക് കൊടുക്കാതിരുന്നത്, കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം അയക്കാതിരുന്നത്? മറ്റൊന്നും കൂടി ഞാൻ ചേർത്ത് പറയട്ടെ. യൂത്ത് കോൺഗ്രസ് പിള്ളേർ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നവകേരള യാത്ര നടക്കുന്ന സമയത്ത് ജനാധിപത്യപരമായ രീതിയിലുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് കരിങ്കൊടി പ്രതിഷേധം നടത്തുകയുണ്ടായി. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കറുപ്പ് നിറത്തിലുള്ള എന്ത് കണ്ടാലും, കാക്കയെ കണ്ടാലും ആനയെ കണ്ടാലും തല്ലിക്കൊല്ലണം അല്ലെങ്കിൽ ഓടിച്ചു കളയണം എന്നുള്ള ഒരു അസഹിഷ്ണുത മനോഭാവം കൊണ്ട് തന്നെ തനിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന പിള്ളേരെ അടിച്ചൊതുക്കാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി നിർദ്ദേശം കൊടുത്തത് ADGP MR അജിത് കുമാറാണ്. എന്നാൽ ഇന്നത്തെ ആലപ്പുഴ MLA ആയ AD തോമസ് അടക്കമുള്ളവർക്ക് ഇത്തരം രക്ഷാപ്രവർത്തനത്തിൽ തലതല്ലി പൊളിച്ച രീതിയിലുള്ള ലാത്തി കൊണ്ട് അടികിട്ടിയിട്ട് ആ കേസ് പുനരന്വേഷിക്കണം എന്ന് VD സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് ആദ്യം തീരുമാനമെടുത്ത കേസുകളിൽ ഒന്നായിരുന്നത്. ആ കേസിൽ ADGP ആയിരുന്ന MR അജിത് കുമാർ ചില തിരിമറികൾ നടത്തി. ആ തിരിമറികളിൽ അന്വേഷണം വേണം എന്നുകൊണ്ട് എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കത്ത് കൊടുക്കാൻ ഈ VM സുധീരനാകാതെ പോയത്? തൻ്റെ പാർട്ടിക്കാർ അനുഭവിച്ച ദുരിതങ്ങൾക്കും ദുഃഖത്തിനും ഒരു അറുതി വരുത്തണം, അവിടെ നിയമപരമായ ഒരു നടപടി കൈക്കൊള്ളണം. ADGP MR അജിത് കുമാർ ചെയ്തത് നീതികേടാണ്, അദ്ദേഹത്തിനെതിരെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു തീരുമാനം കൈക്കൊള്ളണം, നടപടിയെടുക്കണം. എന്തുകൊണ്ട് VM സുധീരൻ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല? മഴയായി അദ്ദേഹം എവിടെയെങ്കിലും മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങുകയാണോ മഴയുടെ തണുപ്പിലും കുളിരിലും? ഇതാണ് ഇപ്പോൾ സാമാന്യന കോൺഗ്രസ് പ്രവർത്തകരും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും ചോദിക്കുന്നത്. അത് നമുക്ക് അയച്ചു കിട്ടിയ ഒരു സന്ദേശത്തിലൂടെ, മാധ്യമത്തിലൂടെ നമ്മൾ അത് പങ്കുവയ്ക്കുന്നു. എന്താണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാറിൻ്റെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം? പ്രദീപ് പറഞ്ഞ സുധീരനെ പറ്റി പറഞ്ഞ ഏറ്റവും നല്ല കമൻറ്റുകളിലൊന്നാണിത്. CPMന് ന്യായീകരണ തൊഴിലാളിയുണ്ട്, അനിൽകുമാറിനെ പോലെ ഉള്ള ന്യായീകരണ തൊഴിലാളികളുണ്ട്. അതുപോലെ കോൺഗ്രസ്സിന് ചില പ്രതികരണ തൊഴിലാളികളുമുണ്ട്. VM സുധീരൻ പ്രതികരണ തൊഴിലാളികളുടെ നേതാവാണെന്ന് പറയാം. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരെ, അല്ലെ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തവരെ, അല്ലെ അദ്ദേഹം അംഗീകരിക്കാത്തവരെ കോൺഗ്രസിൻ്റെ പേരിൽ, കോൺഗ്രസിൻ്റെ സംഘടനയുടെ പേരിൽ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും തയ്യാറാകുന്നു. അങ്ങനെ അദ്ദേഹം അണിയുന്ന മേലങ്കി ഞാൻ ഒരു അഴിമതി വിരുദ്ധനാണ്, ആദർശധീരനാണ്, മേലങ്കി എടുത്ത് അണിഞ്ഞുകൊണ്ടാണ് ഈ കോപ്രായത്തിന് വരുന്നത്. ശരിക്കും അഴിമതി വിരുദ്ധനാണെങ്കിൽ അതിനോട് വിട്ടുവീഴ്ചയില്ലാതെ സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ സുധീരൻ എപ്പോഴെങ്കിലും എന്നെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഈ ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട, സതീശന് കൊടുക്കേണ്ട പ്രിയോറിറ്റി എന്തായിരുന്നു?
ഫസ്റ്റ് എന്തെല്ലാം പറഞ്ഞാൽ ആദ്യത്തെ പ്രിയോറിറ്റി എന്ന് പറയുന്നത് ആലപ്പുഴ ഇദ്ദേഹത്തിൻ്റെ സുധീരൻ്റെ കൂടെ ജില്ലയായ വയലാർ രവിയുടെ ജില്ലയായ AK ആൻ്റണിയുടെ ജില്ലയായ ഷുക്കൂറിൻ്റെ ജില്ലയായ ലിജുവിൻ്റെ ജില്ലയായ ആലപ്പുഴയിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകരെ തല പൊട്ടിക്കുമ്പോൾ അവിടെ സുധീരൻ്റെ സാന്നിധ്യം സ്ഥിരം കാണാൻ ആരോഗ്യം അനുവദിക്കുന്ന അത്രയും വരെ ഒരു സമരം നടത്തിയാൽ സത്യാഗ്രഹം നടത്തിയ പോലും പ്രശ്നമില്ലായിരുന്നു. ഒരു കാലയളവ് വരെ സുധീരൻ്റെ ഒരു പ്രവർത്തന മേഖല സുധീരനെ അവിടെ MP ഇല്ലായിരുന്നു. ഏറ്റവും ചതിക്കപ്പെട്ട അവിടെ തോൽക്കേണ്ടി വന്നതാണ് അവരെന്നെ കൊണ്ട് പിന്മാറേണ്ടി വന്നതാണ്. അപ്പോൾ അതൊരു വശം. പക്ഷെ മറിച്ച് സുധീരനെ പോലുള്ളവർ ചെയ്യുന്ന ഡാമേജ്, നന്നായി പോകുന്ന വണ്ടി അത് ചില്ലയിലോ അല്ലെങ്കിൽ ടയറിലോ ഒക്കെ ചിലപ്പോൾ കുറച്ച് ചെളിയൊക്കെ കാണും, അത് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വണ്ടിയോടെ പിടിച്ചിടാൻ ശ്രമിക്കരുത്. മദ്യനിരോധനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ തന്നെ ലക്ഷോപലക്ഷം ആൾക്കാർ, കോടാനുകോടി ആൾക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവർ യാത്ര ചെയ്യുന്ന വിമാനങ്ങളിൽ, അവർ താമസിക്കുന്ന ഹോട്ടലുകളിലെല്ലാം മദ്യം ചിലപ്പോൾ കഴിക്കുന്നുണ്ടായിരിക്കും. കേരളത്തിലെ ഒട്ടായവട്ടത്തിലുള്ള കുറേ ആൾക്കാർ മാത്രം മദ്യം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ ധാർമ്മിക നിലവാരം ഒരു കണക്കും ശരിയാകില്ല. ഇവിടെ ഇത് നിയന്ത്രിക്കാനുള്ള പറയേണ്ടത് ബാറിന് ഇത്ര ലൈസൻസ് കൊടുത്തു, 900 ശിഷ്ടം ബാറായി, 29 ബാറുണ്ടായിരുന്നു. എൻ്റെ സുധീരൻ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്? ഒരു ദിവസം 1 മണിക്കൂർ സുധീരനുണ്ട് സത്യാഗ്രഹം ഇരുന്നെങ്കിൽ കേരളം ശ്രദ്ധിച്ചേനെ. ബാറിന്റെ സമയം നീട്ടിക്കൊടുത്തപ്പോഴും അത്തരം കാര്യങ്ങൾ മൗനമാണ്. അതായത് ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയത്തിലും സുധീരന്റെ ഇടപെടൽ നാം കണ്ടിട്ടില്ല. അതിന് ഭരണം കയ്യിൽ വേണമെന്നില്ലല്ലോ. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നേതാവ് എന്ന രീതിയിൽ ഭരണം കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ, പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന നീതികേടുകളെ ചൂണ്ടിക്കാണിക്കാൻ അതായിരിക്കണം പോരാളി. അവിടെ ഭരണമില്ല എന്ന് കണക്കാക്കി മാറിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇപ്പോൾ ബാറിൻ്റെ വിഷയം, ഇപ്പോൾ രാജ്മോഹൻ സാറ് പറഞ്ഞതുപോലെ ബാറ് തുറക്കുന്നത് നേരത്തെയാക്കി, അടയ്ക്കുന്നത് വൈകിയാക്കി. 29 30 ബാറുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അത് 900 ബാറിലേക്ക് വർദ്ധിപ്പിച്ചു. മദ്യനയത്തിൽ തന്നെ മാറ്റം വന്നു. അപ്പോഴൊക്കെ ഹരേ രാം എന്ന് പറഞ്ഞ് ഗാന്ധിയെ സിദ്ധാന്തത്തിൽ മുറുക്കെ പിടിച്ചിരുന്ന VM സുധീരൻ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനിയിപ്പോൾ മഴയായി. ഈ മഴയത്ത് നമ്മൾ കണ്ട ആദ്യത്തെ ദുരന്തം, വയനാട്ടിൽ കണ്ട ആദ്യത്തെ ദുരന്തം ഈ കള്ളാടി ദുരന്തമാണ്. അപ്പോൾ ഈ പരിസ്ഥിതി ലോല പ്രദേശമായ ഈ പ്രദേശത്ത് എങ്ങനെയാണ് ഇത്തരം അനധികൃതമായ നിർമ്മിതികൾ വന്നത്? ഈ നിർമ്മിതി കൊണ്ടാണോ ഇത്തരം ദുരന്തം ഉണ്ടായത്? അവിടെ പാറ തുരന്ന് ഉണ്ടായപ്പോൾ വൈബ്രേഷൻ കൊണ്ട് ഭൂമിയുടെ അകക്കാമ്പിലേക്ക് കടന്നു ചെന്ന് ഈ പ്രകമ്പനമാണോ അകത്തെ മണ്ണിളക്കിയത്? മഴ വന്നപ്പോൾ ആ മണ്ണിളകി ഊർന്നു പോകുന്നതാണോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു പഠന വ്യഗ്രതയോടുകൂടി അദ്ദേഹം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അദ്ദേഹം ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം അവിടെ പോകേണ്ട ആവശ്യമില്ല. വയനാട്ടിൽ പോകേണ്ട കാര്യമില്ല. നമ്മൾ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാക്ക് ഏറ്റവും സജീവമായ നാക്കാണ്. ആ നാക്ക് ഉപയോഗിക്കണ്ടേ? റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രവർത്തകനോ അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ വന്നാലും കൈരളിയുടെ വന്നാലും അവരോടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ പറയണ്ടേ? അദ്ദേഹം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യം, ഇന്ന് റിയാസ് വന്ന് അവിടെ പ്രകടനം നടത്തുകയാണ്. ഇത് നേരത്തെ അറിയിച്ചില്ല, മുന്നറിയിപ്പുകൾ വേണമായിരുന്നു, അതിൽ ദയനീയമായി പരാജയപ്പെട്ടു. അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പോലും നാട്ടുകാർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതേ റിയാസൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട വീണ ജോർജ് മന്ത്രിയായിരിക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതുപോലൊരു പഴയ കെട്ടിടം ഇടിഞ്ഞു വീണു. എന്തായിരുന്നു ഇവരുടെ പ്രതികരണം? അത് ചോദ്യം ചെയ്യേണ്ടത് ആരാ? നമ്മളല്ല ചോദ്യം ചെയ്യേണ്ടത്. സുധീരനത് കാണുന്നില്ലേ? ഈ ഇരട്ടത്താപ്പുകൾ കണ്ട് അതിനെ തുറന്നു കാണിക്കാൻ ബാധ്യതപ്പെട്ടവനാണ് സുധീരൻ. അല്ല, റിയാസിന് പ്രകടനം നടത്താന്ന് പറഞ്ഞ ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. വെറും പ്രകടനം മാത്രമാണ് അത്. കാരണം റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ കള്ളാടിയിലുണ്ടായിട്ടുള്ള ദുരന്തത്തിൻ്റെ പിന്നാമ്പുറങ്ങളൊക്കെ അന്വേഷിക്കാൻ പോകുന്നതേ ഉള്ളൂ. റിയാസിൻ്റെ കൂടി താല്പര്യമായിരുന്നു അവിടെ ഈ ദുരന്തപാത എന്ന് പറയുന്നതിൽ ഏതെങ്കിലും തരത്തിൽ അനൗചിത്യമുണ്ടെങ്കിൽ ക്ഷമിക്കണം, ക്ഷമ ചോദിക്കുന്നു. ഈ തുരങ്കപാത കേവലം 20 കിലോമീറ്റർ ലാഭിക്കുന്നതിന് വേണ്ടി, വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തുന്നതിന് വേണ്ടി 40 കിലോമീറ്റർ എന്നുള്ളത് 20 കിലോമീറ്ററായി ചുരുക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി ലോല പ്രദേശത്ത് ഇത്തരത്തിലൊരു നിർമ്മിതി നടത്തിയതിൻ്റെ പുറകിൽ റിയാസിൻ്റെ എല്ലാം പങ്ക് ചോദ്യം ചെയ്യപ്പെടും. തീർച്ചയായും അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. സഞ്ചാരമാർഗ്ഗങ്ങളും സഞ്ചാര സ്വാതന്ത്ര്യങ്ങളൊക്കെ വിപുലീകരിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, യുവതയുടെ അല്ലെങ്കിൽ തലമുറ മാറ്റത്തിൻ്റെ ആവശ്യമാണ്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ മുന്നറിയിപ്പ് നൽകിയില്ല എന്നൊക്കെ പറഞ്ഞ് റിയാസ് പ്രകടനം നടത്തുമ്പോൾ തീർച്ചയായും ഇതിനു മുമ്പും 10 വർഷം ഭരിച്ചപ്പോൾ മേപ്പാടിയിലും ചൂരൽമലയിലും നമ്മൾ ഒരു മഹാദുരന്തം കണ്ടു. മെഡിക്കൽ കോളേജ് തകർന്നു വീണു, ഒരു വീട്ടമ്മ കൂട്ടിരിപ്പുകാരി മരിച്ചതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ നോക്കൂ, ഈ വിഷയങ്ങളിലെല്ലാം ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ വേണ്ടത്ര ജാഗ്രത കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ VD സതീശന് എന്താണ് സമയത്തും അസമയത്തും എല്ലാം ഹർജി കൊടുത്ത്, അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ഉത്ബോധനം നടത്തുന്ന VM സുധീരനെ പോലുള്ള ആളുകളുടെ നിശബ്ദമായ ഈ നിലപാട് അല്ലെങ്കിൽ ഈ മൗനം എന്താണ് ദ്യോതിപ്പിക്കുന്നത്? അതിലെന്താണ് ഒളിച്ചിരിക്കുന്നത്? ഒറ്റ ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കാം. VM സുധീരൻ
വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം പോസിറ്റീവായിട്ട് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? ഇന്നലെ വരെ നിലനിന്നിരുന്ന കാര്യമാണ് മദ്യ ഷാപ്പിൻ്റെ കാര്യമാണ്. ഇന്നലെ നാളെ പറിച്ച് മാറ്റാൻ പറ്റില്ല. ഇന്നലെ വരെ ഷാപ്പ് ഉണ്ടായിരുന്നു, ബ്രാൻഡ് കട ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ആൾക്കാർ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന സമയത്ത് രാത്രിയിലും പകലും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നു. പുതുതായിട്ട് എന്ത് കാര്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിൻ്റെ കാര്യത്തിൽ സുധീരന് ജനങ്ങൾക്കൂടെ മനസ്സിലാകത്തക്ക രീതിയിൽ സതീശൻ്റെ അടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്? അത് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഇതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സുധീരൻ പറയണ്ടേ? നല്ല കാര്യം, നല്ല വാക്കെങ്കിലും പറയണ്ടേ? ഒരു നല്ല വാക്ക് പോലും പറയാൻ പറ്റാത്ത സുധീരൻ കോൺഗ്രസിനെ പറ്റി, കോൺഗ്രസ് ഗവൺമെൻറ്റിനെ പറ്റി ആദ്യമായിട്ട് വന്നിരിക്കുന്നു സതീശൻ വന്നിരിക്കുന്നു, ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാകുകയാണ്. ആ സതീശനെ പറ്റി ഒരു നല്ല വാക്ക് പോലും ഈ സമയം വരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് സുധീരൻ്റെ വീക്ക്നെസ്. ഞാൻ ആണ് ഏറ്റവും വലിയവൻ, എന്നേക്കാൾ വലിയവനാകാൻ ആരും വരണ്ട എന്നുള്ള ആ ഈഗോ ക്ലാഷാണ് ശരിക്കും സുധീരനെ സതീശനെതിരെ കൊണ്ട് നടത്തുന്നത്. ക്ഷീരമൂറുന്ന ഒരകടിൽ ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നൊരു മട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും കുറേ കൂടി ഔചിത്യബോധത്തോടു കൂടി, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇത്തരം നേതാക്കൾ പ്രതികരിക്കണം. അതാണ് യഥാർത്ഥ ജനസേവനം എന്നാണ് നമ്മുടെ പരിമിതമായ ജനാധിപത്യ ബോധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വേണ്ടപ്പെട്ടവർ തിരുത്തട്ടെ, ഉണരട്ടെ.